കോഴിക്കോട് ജില്ലയിൽ തിരുവാമ്പാടിക്കടുത്ത് ഒറ്റപ്പൊയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ജിജോ ജെയിംസിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവാമ്പാടിയിൽ നിന്നും അൽഫോൻസ കോളേജ് റോഡിൽ ഒറ്റപ്പൊയിൽ എന്ന സ്ഥലത്താണ്. ജലനിധി സ്റ്റോപ്പിൽ നിന്നും 250 മീറ്റർ അകത്തേക്ക് മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ തിരുവാമ്പാടിക്കടുത്ത് ഒറ്റപ്പൊയിൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ജിജോ ജെയിംസിനെയും കുടുംബത്തെയുമാണ്. ജിജോയുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറയക്കുടിയിലായ മിഖായേൽ, അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ മകനാണ് മനക്കക്കണ്ടം ഐരാറ്റ് താമസിച്ചിരുന്ന ചാക്കോ. ചാക്കോയുടെ 9 മക്കളിൽ ആൺമക്കളിൽ മൂന്നാമത്തെ മകനാണ് കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന ചാക്കോ. കുഞ്ഞുഞ്ഞിന് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തയാളാണ് ജെയിംസ്. കൊച്ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളിൽ മൂത്തയാളാണ് ജിജോ ജെയിംസ്. ജിജോ ജെയിംസിനെയും കുടുംബത്തെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ജിജോ ഇപ്പം താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? തിരുവമ്പാടി ഒറ്റപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവമ്പാടിക്കടുത്ത് ഒറ്റപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ വന്ന് താമസിക്കാനായിട്ട് 2 കൊല്ലമേ ഉള്ളൂ. 2 കൊല്ലമേ ആയുള്ളൂ ഈ ഒറ്റപ്പൊയിൽ താമസിക്കാൻ. ഇതിനു മുമ്പ് എവിടെയാണ് താമസിച്ചത്? മുന്നേ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. കക്കാടംപൊയിൽ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണോ ഒറ്റപ്പൊയിൽ എന്ന സ്ഥലത്തേക്ക് വന്നത്? അല്ല, അവിടെ നിന്ന് പോന്നിട്ട് ഒരു 15 കൊല്ലത്തോളമായി. പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് പല സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. കക്കാടംപൊയിൽ നിന്ന് പോന്നിട്ട് 15 കൊല്ലത്തോളം. മാതാപിതാക്കളുടെ പേര് അപ്പന്റെ പേര് ജെയിംസ്, അമ്മന്റെ പേര് തങ്കമ്മ. അവര് നിലവിൽ രണ്ടുപേരും മരിച്ചുപോയി. മരിച്ചുപോയവരാണ്. ജിജോയുടെ ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. പേര് സുനി എന്നാണ് പേര്. വീട് പൂവാറന്തോട് എന്ന സ്ഥലത്താണ് വീട്. വീട്ടുപേര് പെരുമാട്ടിക്കുന്നേൽ. മാതാപിതാക്കളുടെ പേര് ജോസഫ് പ്രസ്യാമ്മ. അമ്മയുടെ വീട് എവിടെയാണ്? പൂവാറന്തോട് തന്നെയാണ്. വീട്ടുപേര് കുന്നുംപുറത്ത് എന്നാണ്. നിങ്ങൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്. മോന്റെ പേരെന്താണ്? ജോസിൻ ജിജോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 4ലോട്ടാണ് പഠിക്കേണ്ടത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സേക്രഡ് ഹാർട്ട് യു പി സ്കൂൾ. തിരുവാമ്പാടി സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഇനി 4ാം ക്ലാസ്സിലേക്ക് കയറണം. മോളുടെ പേരെന്താണ്? ജെസിക്ക ജിജോ. സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? സ്കൂൾ അടച്ചു. LKG-യിലായിരുന്നു. ഇനി UKG-യിലോട്ടാണ് കയറേണ്ടത് അല്ലേ? വീട്ടിൽ. മോള് പഠിക്കുന്ന സ്കൂൾ ഏതാ? ലിസ്യൂറാണി സ്കൂള് തിരുവാമ്പാടിയിലാണ് അല്ലേ? അവിടെ ഇനി UKG പഠിക്കണം. ജിജോയുടെ മാതാപിതാക്കന്മാരുടെ പറഞ്ഞായിരുന്നു. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ വീട് കക്കാടംപൊയിൽ തന്നെയാണ്. വീട്ടുപേര് മൂഴിക്കുഴിയിൽ എന്നാണ് വീട്ടുപേര്. പിതാവിന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? പിതാവിന് 2 സഹോദരന്മാര്, പിന്നെ ഒരു സിസ്റ്ററും. അങ്ങനെ 4 മക്കളാണ് അവര് ഉണ്ടായിരുന്നത്. അതില് മൂത്തയാളാരാണ്? മൂത്തയാൾ എന്റെ ഫാദർ ജെയിംസ് എന്നാണ്. നാട്ടിലെങ്ങനെയാണ് അറിയപ്പെടുന്നത്? കൊച്ചേട്ടൻ എന്നുള്ള പേരിലാണ് നാട്ടില് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ളത് മാത്യു എവിടെയാണ് താമസിക്കുന്നത്? മാത്യു കക്കാടംപൊയിൽ തന്നെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃഷിയാണ്. ഭാര്യയുടെ പേര് മിനി എന്നാണ്. മിനിയുടെ വീട് എവിടെയാണ്? മിനിയുടെ വീട് കൂമ്പാറ. വീട്ടുപേര് പ്ലാക്കിയിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്, 2 ആൺകുട്ടികൾ. ആൺകുട്ടികളാണ്. അവരുടെ പേര് പയസ് മാത്യു, ജിൻസ് മാത്യു. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് ജോസ് എവിടെയാണ് താമസിക്കുന്നത്? ജോസ് ഇപ്പൊ കൂടരഞ്ഞിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹവും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജിസോ. അവർക്ക് ജിസോയുടെ വീട് എവിടെയാണ്? കല്ലാനോട് എന്ന സ്ഥലത്താണ്. അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ പേര്
ജിറ്റോ, ജിറ്റോ, ഏഞ്ചൽ. അങ്ങനെ 2 കുട്ടികളാണ് ഉള്ളത്. ഇനി ഒരു സഹോദരിയും കൂടി ഉണ്ട് അല്ലെ ഫാദറിന്? ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേര് മേഴ്സി. മേഴ്സി എന്നാണ്. മേഴ്സി എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? പുല്ലുരാമ്പാർ എന്ന സ്ഥലത്തേക്ക്. പുല്ലുരാമ്പാർ എന്ന സ്ഥലത്തേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് നരിക്കുഴിയിൽ. നരിക്കുഴിയിൽ നിന്നാണ്. ഭർത്താവിന്റെ പേര് ആന്റണി. തങ്കച്ചൻ എന്ന് വിളിക്കും. തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺമക്കളാണ്. 2 ആൺമക്കളാണ്. അവരുടെ പേര് അനൂപും അരുണും. ജിജോയ്ക്ക് ഒരു സഹോദരിയും കൂടി ഉണ്ട് അല്ലേ? അതെ അതെ. നിങ്ങൾ അങ്ങനെ 2 മക്കൾ മാത്രമേ? 2 മക്കളാണ്. സഹോദരി എന്ത് ചെയ്യുന്നു? സഹോദരി ഇപ്പൊ സിസ്റ്ററാണ്. സഹോദരിയുടെ പേര് ജിഷ. സിസ്റ്റർ ജിഷ. അതെ. സിസ്റ്റർ ജിഷ ഇപ്പം എവിടെയാ സേവനം ചെയ്യുന്നത്? മാനന്തവാടി അവരുടെ ഹൗസിലാണ്. മാനന്തവാടിയിലാണ്. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് സിസ്റ്റർ ആയിരിക്കുന്നത്? ക്രിസ്തുദാസി. സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസി എന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് മാനന്തവാടിയില് ഇപ്പം സേവനം ചെയ്യുന്നു. സിസ്റ്റർ എന്തെങ്കിലും ജോലി സിസ്റ്റർ ടീച്ചറാണ്. ബി എഡ് കഴിഞ്ഞാണ്. ബി എഡ് ഏത് സബ്ജക്റ്റിലായിരുന്നു ഡിഗ്രി ഒക്കെ എടുത്തത്? ഇംഗ്ലീഷില്. BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ബി എഡ് എടുത്തിട്ട് സ്കൂളിൽ പഠിപ്പിക്കും. സുമിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 2 പേരേ ഉള്ളൂ. സഹോദരിയാണോ സഹോദരനാണോ? അപ്പൊ നിങ്ങൾ 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് സൗമ്യ. സൗമ്യ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? കണ്ണൂര്. വീട്ടുപേര് പള്ളി നീരാക്കൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ബെർക്കുമാൻസ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അവരുടെ പേര് ഒലീവിയ, ഓസ്റ്റിയ, ഒലീന. അങ്ങനെ 3 മക്കളാണ് ഉള്ളത്. അവര് സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കും അല്ലെ? ജിജോയുടെ അമ്മയുടെ വീട്ടുപേര് മൂഴിക്കുഴി എന്നാണ്. അമ്മയ്ക്ക് അവരെത്ര മക്കളായിരുന്നു? അവര് 7 മക്കളാണ്. 7 മക്കളാണ്. 6 ആണുങ്ങളും എന്റെ അമ്മ ഒരാള് അങ്ങനെ പെണ്ണായിട്ട് അമ്മ മാത്രം. 6 സഹോദരങ്ങളാണ് ഉള്ളത്. അതെ അതെ. അവരുടെ പേരെന്ന് പറയാം. മൂത്തയാള് അപ്പച്ചൻ. അപ്പച്ചനാണ്. അപ്പച്ചൻ എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ ഇടുക്കിയില് ചിന്നാർ എന്ന് പറയുന്ന സ്ഥലം. ഇടുക്കി ചിന്നാർ എന്ന സ്ഥലത്താണ് അപ്പച്ചൻ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റോസ്ലി എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. അതിന്റെ താഴെയുള്ളത് മാത്യുച്ചൻ. എവിടെയാ താമസിക്കുന്നത്? കല്ലുരുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. തിരുവാമ്പാടിക്ക് അടുത്ത് കല്ലുരുട്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലീലാമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺമക്കളാണ്. 2 ആൺമക്കളാണ് ഉള്ളത്. മൂന്നാമത്തെ തങ്കച്ചൻ എന്ന് പറഞ്ഞു. താമരശ്ശേരിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മിനി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കൾ. 2 മക്കളാണ്. തങ്കച്ചന്റെ ഇളയത് വക്കച്ചനാണ്. വക്കച്ചൻ എവിടെയാണ് താമസിക്കുന്നത്? കക്കാടംപൊയിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മോളി. അവർക്ക് 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് കുട്ടിച്ചൻ എവിടെയാണ് താമസിക്കുന്നത്? തിരുവമ്പാടി തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കുട്ടിയമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കൾ. 3 മക്കളാണ് ഉള്ളത്. ഇനി ഏറ്റവും ഇളയാള് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് ജോയിച്ചൻ. വിവാഹത്തിന് മുന്നേ മരിച്ചുപോയതാണ്. ജിജോയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാന് 10ാം ക്ലാസ് വരെ പഠിച്ചത് കക്കാടംപൊയിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്ലസ് 1 പ്ലസ് 2 കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ. പ്ലസ് 2 പഠിച്ചത്. പ്ലസ് ടുവിന് ശേഷം പിന്നെ ഡിഗ്രി ചെയ്തത് കൊടുവള്ളിയിലൊരു കോളേജിലാണ്. KMO എന്ന് പറയും. കൊടുവള്ളി KMO കോളേജിലാണ് ഡിഗ്രി ബികോം ആണ്. ബികോം വരെ പഠിച്ചിട്ടുള്ളൂ. MCOM ചെയ്തിട്ടുണ്ട്. MCOM ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അക്കൗണ്ടന്റ് മേഖലയിലാണ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതെ അതെ. നിലവിൽ ഇപ്പൊ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ മഹീന്ദ്ര ഫിനാൻസ്. ഏത് സ്ഥലത്താണ്? താമരശ്ശേരി മഹീന്ദ്ര ഫിനാൻസിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 10 കൊല്ലം കഴിഞ്ഞു. മഹീന്ദ്ര ഫിനാൻസിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചിട്ട്. സുമിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് കോടഞ്ചേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. തുടർന്ന് പ്ലസ് 2 തിരുവമ്പാടി സേക്രഡ് ഹാർട്ടിലാണ് പ്ലസ് 2 പഠിച്ചത്. പ്ലസ് 2 ശേഷം നഴ്സിംഗ് ബാംഗ്ലൂർ സെന്റ് തോമസ് നഴ്സിംഗ് കോളേജിലാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം ജോലിക്ക് കയറിയിരുന്നു. 12 വർഷം ഏത് ഹോസ്പിറ്റലാണ്? ശാന്തി ഹോസ്പിറ്റൽ. ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ 12 വർഷക്കാലത്തോളം വർക്ക് ചെയ്തു. വിവാഹത്തിന് ശേഷം വർക്ക് ചെയ്തിരുന്നു. കുട്ടികളൊക്കെ ആയപ്പോൾ
റിസൈൻ ചെയ്തു. ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ല. ഇല്ല. നിങ്ങൾക്ക് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടോ? തിരുവമ്പാടിയാണ് ഇപ്പൊ വന്നിട്ട് 2 കൊല്ലമായുള്ളൂ. തിരുവമ്പാടിയാണ് ഇടവക. വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ 2 വർഷമായി. 2 വർഷമായി. ഇവിടുത്തെ പള്ളിയായിട്ട് അധികം മിങ്കിളായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. പാട്ട് പാടാനൊക്കെ പോകുന്നതാണ്. സുന്നി പാട്ട് പാടാനൊക്കെ പള്ളി കൊയറിലുണ്ട്. നേരത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ KCYM എന്തെങ്കിലും ഭാരവാഹിത്വം ഉണ്ടായിരുന്നോ? KCYM പ്രസിഡന്റ് ആയിരുന്നു. ഏത് ഇടവകയിലെ? തയ്യപ്പാറ എന്ന ഇടവകയില് KCYM പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അവിടെ പള്ളിക്കോയറിലൊക്കെ പാടുന്നുണ്ടായിരുന്നു. തുടർന്ന് അടുത്ത ഇടവകയിൽ വന്നപ്പോഴും പാടുന്നുണ്ടായിരുന്നു. തിരുവാമ്പടി എത്തിയ പിന്നെ പാടാൻ പോയിട്ടില്ല. അതിനു മുമ്പൊക്കെ പള്ളിക്കോയറിൽ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നയാളാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 ലൈൻ പാടാവോ? അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ, തിരുനാമ കീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. വളരെ മനോഹരമായിട്ട് പാടി. ഇപ്പൊ തിരുനാമ കീർത്തനങ്ങൾ വീണ്ടും പാടാനുള്ള അവസരങ്ങൾ തുടർന്നും തിരുവാമ്പാടി ഇടവകയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.